പ്രൈസ് ദി ലോർഡ്. പുതിയ യെരൂശലേമിന്റെ ഇതാണല്ലോ ഈ 12 അടിസ്ഥാനം. അടിസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ മതിലിന്റെ അടിസ്ഥാനമായാലും കെട്ടിടത്തിന്റെ അടിസ്ഥാനമായാലും ഏറ്റവും അടിയിലുള്ള അടിസ്ഥാനത്തിന് സൈസ് കൂടുതലുണ്ടാവും. 2 ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ ഇപ്പം ചെറുതായിരിക്കും. ഇതിപ്പോൾ 12 അടിസ്ഥാനം ഉള്ളതുകൊണ്ട് ഏറ്റവും അടിയിലത്തെയാണ് ഏറ്റവും സൈസ് കൂടിയ അടിസ്ഥാനം. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വന്നത്. അപ്പോൾ ഈ മതിലിന്റെ അടുത്തുള്ള ഡോറിലേക്ക് കയറി പോകണമെങ്കിൽ ഈ സ്റ്റെപ്പിൽ കൂടി ഇങ്ങനെ കയറി പോയിട്ട് ഈ ഡോറിന്റെ അവിടെ ചെല്ലാം. ഡോറിന്റെ അടുത്ത് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അതിന്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ തെരുവീതിരിക്കാണ് കയറി വരുന്നത്. ഇപ്പോൾ ഈ 12 അടിസ്ഥാനങ്ങൾ, ഈ 12 രത്നങ്ങളാണ്. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 12 വരെയുള്ള ആ ഓർഡറിലാണ് ഇതും കൊടുത്തിരിക്കുന്നത്. ഇതിൽ 12 അപ്പോസ്തലന്മാരുടെ പേരും എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും അടിയിലുള്ളത് ജാസ്പർ. അത് തന്നെയാണ് ഈ മതിലും. രണ്ടും ജാസ്പറാണ്. സൂര്യകാന്തം എന്ന് പറയുന്ന ജാസ്പർ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഈ മതിലിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ കെട്ടിടത്തിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെ ചെറുതാണ്. ഇത് സൈഡ് വ്യൂ ആണ്. ഈ കെട്ടിടത്തിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഈ മതില്, അത് കഴിഞ്ഞ് യെരൂശലേം. ഇതൊരു ക്യൂബാണ്. ഇതിന്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ ടോപ്പ് ഇതൊരു സ്ക്വയറാണ്. യെരൂശലേം ഇതിവിടെ സ്വർണ്ണത്തെരുവീതി എന്നൊക്കെ പറയുന്നില്ലേ, അതാ. അതിൽ ഈ മതിലിന്റെ സൈഡുകളിൽ ഓരോ സൈഡിലും 3 ഇസ്രായേൽ ഗോത്ര തലവന്മാരുടെ പേര് എഴുതിയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, അതേത് തന്നെ. അത് സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ഡോറ് ഇതാണല്ലോ, 12 ഡോറ് ഉണ്ടെന്ന് പറഞ്ഞത്. ഈ 12 ഡോറ് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ 3 എണ്ണല്ലേ കാണുള്ളൂ. ആ 3 അവിടെ കാണിച്ചിരിക്കുന്നത്. യൂദ, രൂബേൻ, ഗാദ്. അത് തന്നെ ഇവിടെ യൂദ, രൂബേൻ, ഗാദ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഡോറുകളെല്ലാം ഇവിടെ. പിന്നെ 12 സ്ഥലവാര പേര് ഇവിടെ എഴുതിയെന്ന് പറഞ്ഞാൽ അത് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 12 ഇസ്രായേൽ ഗോത്രത്തലവന്മാരുടെ പേരെന്ന് പറഞ്ഞാൽ അത് ഇവിടെ 12 പേര്. അത് പിന്നെ ഈ 12 രത്നങ്ങളുടെ പേരുകളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് സൈഡ് വ്യൂ, ഇത് ടോപ്പ് വ്യൂ.